അതെ, എല്ലാവരും പ്രോപ്പറായിട്ടാണോ ബ്രീത്ത് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കണേ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ പ്രോപ്പർ ബ്രീത്തിങ് അഥവാ ശരിയായിട്ട് നമ്മൾ ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ, ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇങ്ങനെ വയറിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് കാണാം. അപ്പം വയറ് പൊങ്ങുക താഴുക എന്ന് പറയുമ്പം അവിടെ ശരിക്കും സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാക്സിമം എയർ ഇൻഹെയിൽ ചെയ്യുമ്പം ലങ്സിൻ്റെ ലോവർ ലോബ്സിൽ ചെല്ലും. ഓക്കെ, നമ്മുടെ ലങ്സ് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പം ശ്വാസം ഉള്ളിലേക്ക് പോയി ആ ലങ്സിൻ്റെ ഏറ്റവും താഴെ വരെ എത്തുമ്പോഴത്തേന് അവിടെയുള്ള ഡയഫ്രം പുഷാകുന്നു, സ്റ്റൊമക്ക് ബൾജ് ഔട്ട് ചെയ്യുന്നത്. അതൊരു പ്രോപ്പർ ഇൻഹലേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ എക്സൈൽ ചെയ്യുമ്പോഴത്തേന് വയറ് ഉള്ളിലേക്ക് വലിയും. അപ്പം മാക്സിമം എയർ പുഷ് ഔട്ട് ചെയ്യും. അപ്പം അതാണ് ശരിക്കും പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് എന്ന് പറയുന്നത്. അബ്ഡോമിനൽ ബ്രീത്തിങ്, വെൻ യു ഇൻഹെയിൽ ടമ്മി കംസ് ഔട്ട് ആൻഡ് വെൻ യു എക്സെയിൽ ടമ്മി ഗോസ് ഇൻ. നമ്മൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നോക്കണേ. അത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ച് വയറിൽ കൈ ഒന്ന് വെക്കുക. കൈ വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയർ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വയറ് പുറത്തേക്കാണോ, ശ്വാസം പുറത്തേക്ക് വിടുമ്പം വയറ് ഉള്ളിലേക്കാണോ പോകുന്നതെന്ന് ഒന്ന് നോക്കണേ. കാരണം നമ്മൾ വളർന്നു വരുമ്പോഴത്തേനേ ഈ സംഭവം അങ്ങ് തിരിയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലൂടെ പോകുമ്പോഴത്തേനും നമുക്ക് ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഹോൾഡ് ചെയ്ത് അങ്ങനെ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേനും നമ്മുടെ ബോഡി മറന്നു പോകും എങ്ങനെയാണ് നോർമലി ബ്രീത്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. വയറിൽ കൈ വെക്കുക, കൈ വെച്ചിട്ട് കണ്ണടച്ച് നോക്കുക. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം വയറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, പുറത്തേക്കാണോ അകത്തേക്കാണോ? ഓക്കെ, ശരിക്കും പുറത്തേക്കാണ് പോകേണ്ടത്. എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്കും പോകണം. അതാണ് പ്രോപ്പർ ബ്രീത്തിങ്. ഓക്കെ, ഇത് അബ്ഡോമിനൽ ബ്രീത്തിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രീത്തിങ് ഉണ്ട്, അത് ഞാൻ വേറെ പറയാം. ഓക്കെ, so proper breathing is like when you inhale, tummy should bulge out, and when you exhale, tummy should go back. Okay, ഇനി സപ്പോസ് നിങ്ങൾക്കിത് തിരിഞ്ഞാണ് എന്നിരിക്കട്ടെ. ഓക്കെ, നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം വയറ് പുറത്തേക്ക് പോകുന്നില്ല, വയറ് പുറത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റിവേഴ്സ് ബ്രീത്തിങ് ആണ്. അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? റിവേഴ്സ് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിവേഴ്സ് ബ്രീത്തിങ് ഉള്ളവർക്ക് ആവശ്യത്തിന് വേണ്ട ഓക്സിജൻ ബോഡിയിൽ ചെല്ലുന്നില്ല. അപ്പം ആവശ്യത്തിനുള്ള ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസിയാണ് ബോഡിയിൽ, അതിനനുസരിച്ചുള്ള അസുഖങ്ങൾ വരും. ഓക്കെ, സോ അതുകൊണ്ട് റിവേഴ്സ് ബ്രീത്തിങ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. കറക്റ്റ് ചെയ്യേണ്ട മെക്കാനിസം ഇതാണ്. നമ്മൾ പുക്കിളില്ലേ, പുക്കിളിൻ്റെ അവിടെ, നെയ്വലിൻ്റെ അവിടെ കൈ എടുത്തിട്ട് ഇങ്ങനെ പാരലൽ ടു ദ ഗ്രൗണ്ട് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേന് വയറ് പുറത്തേക്കേ പോവുകയുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് വെറുതെ ഒന്ന് ഇരുന്നാൽ മതി, ഒബ്സർവ് ചെയ്താൽ മതി എങ്ങനെയാണ് മൂവ്മെൻറ്റ്, അങ്ങനെ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് എ കറക്ഷൻ മെക്കാനിസം ഫോർ റിവേഴ്സ് ബ്രീത്തിങ്. റിവേഴ്സ് ബ്രീത്തിങ് ഉള്ളവർ കുറച്ച് നേരം ഇങ്ങനെയൊന്ന് നെയ്വലിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുക. ബോഡിക്ക് തനിയെ മനസ്സിലായിക്കോളും, ഇത്രയും കാലം ഞാൻ ചെയ്തിരുന്നത് അളിയാ തെറ്റായിരുന്നു, കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് ആർ ബോഡി ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് സിസ്റ്റം. അതിനെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളായിട്ട് ഓരോ കാര്യങ്ങളിൽ എക്സ്പോസ് ചെയ്ത് നശിപ്പിച്ച് വെച്ചേക്കുന്നതല്ലേ. സോ നമ്മളതിൻ്റെ മാസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതുമാണ് ശരി എന്ന് ബോഡി അങ്ങ് വിചാരിക്കും. ഓക്കെ, ഇച്ചിരി ഒന്ന് മാറ്റി കൊടുത്താൽ മതി, അതിന് തന്നെ മനസ്സിലായിക്കോളും ഞാൻ ഇത്രയും കാലം ചെയ്തിരുന്ന മണ്ടത്തരമാണ്, തെറ്റാണ്, ഇനിയെങ്കിലും കറക്റ്റായിട്ട് ചെയ്യണം എന്ന് അതിന് മനസ്സിലായിക്കോളും. അതിനുള്ള എൻവയോൺമെൻറ്റും സാഹചര്യവും മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സ് ബ്രീത്തിങ് ഐഡൻറ്റിഫൈ ചെയ്യുക, റിവേഴ്സ് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക. താങ്ക് യു.